പാകിസ്ഥാനിൽ 30 സ്ഫോടനമുണ്ടാക്കിയ ഇസ്രയേലിന്റെ റാംപേജ് മിസൈലുകൾ. ആ മിസൈലുകൾ കൂടുതൽ വാങ്ങാനൊരുങ്ങുകയാണ് ഇന്ത്യ എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. പ്രശാന്ത് സാർ, ഈ വാർത്ത എത്രത്തോളം ശരിയാണ്? അത്തരമൊരു നീക്കം ഇന്ത്യ നടത്തുന്നുണ്ട്? ഇന്ത്യ അത്തരത്തിൽ നീക്കം നടത്തുന്നതായിട്ടാണ് ഇപ്പം നമുക്കറിയാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ കേന്ദ്ര ഗവൺമെന്റും അല്ലെങ്കിൽ സൈനിക മേധാവികളും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരും തയ്യാറെടുത്തിരിക്കുന്നു, തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിന് പ്രതിരോധ സംവിധാനത്തിൽ വലിയ കരുതൽ ഉണ്ടാകേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിൽ കരുതി പോകേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ഇന്ത്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശത്രു എപ്പോഴും വലിയ വലിപ്പത്തിൽ നമ്മളെ ആക്രമിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ രൂപത്തിലായാലും ഒരുപക്ഷെ ബംഗ്ലാദേശിന്റെ രൂപത്തിലായാലും നമ്മൾ എത്ര ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴും ചൈനയുടെ രൂപത്തിലായാലും ഒക്കെ വരുന്നുണ്ട്. ഇന്നലെ ചൈനയിലെ വിദേശകാര്യമന്ത്രി ഇവിടെ വന്ന് വർത്താനം പറഞ്ഞിട്ട് ഉടനെ പാകിസ്ഥാനിൽ പോയി മുനീറെ കണ്ടു. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മുടെ അതിർത്തി രാജ്യങ്ങൾ ബംഗ്ലാദേശിലും പോയി മറ്റു പലയിടത്തും കണ്ടു. അപ്പം അത് നമ്മൾ അവരെ അത്ര അടുപ്പം കാണിക്കുന്നതെങ്കിലും നാളെ കാലത്തെ നമ്മൾക്ക് ത്രട്ട് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശത്രുഭാഗത്ത് നിൽക്കാതിരിക്കുന്ന ഒരു രാജ്യമെന്ന് നമ്മൾ വിശ്വസിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇത്തരത്തിൽ കാര്യങ്ങൾ വലിയ ഗൗരവത്തിൽ നീങ്ങുന്നത്. അതിനകത്ത് സിന്ദൂർ എന്ന് പറയുന്ന സിന്ദൂർ ഓപ്പറേഷന് ശേഷം നമുക്ക് പഠിക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ തദ്ദേശീയമായിട്ടുള്ള വളരെ വലിപ്പത്തിലുള്ള ആയുധങ്ങൾ, നമ്മൾ നിർമ്മിച്ചെടുത്ത ആയുധങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനം, നമ്മൾ ഇപ്പോൾ മേടിച്ചു വെച്ചിട്ട് നമ്മൾക്ക് ഇതുവരെ ഒരു യുദ്ധത്തിന് പരീക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അവസരം വന്നപ്പോൾ പരീക്ഷിച്ച് വിജയിച്ച വിമാനങ്ങൾ, അത്തരത്തിൽ എല്ലാ മേഖലയിലും നമ്മൾക്ക് ഏത് കൊള്ളാം ഏത് കൊള്ളത്തില്ല എന്നുള്ളതും, അല്ലെങ്കിൽ ഏതാണ് ഏറ്റവും വലിപ്പത്തിൽ കൊള്ളാവുന്നത് എന്നുള്ളതിനെ പറ്റി തിരിച്ചറിഞ്ഞ് നമ്മൾ ആയുധങ്ങളെ വേർതിരിച്ച് വെച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ വാർത്തയിൽ നിന്നൊക്കെ മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം ഈ ബ്രഹ്മോസിന്റെ കാര്യത്തിൽ, ബ്രഹ്മോസ് ഇപ്പൊ കേന്ദ്ര സൈന്യം മേടിക്കണമെങ്കിൽ അത് ഉണ്ടാക്കും, നമ്മുടേതാണെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നുള്ള എന്നാലും മേടിക്കും. അപ്പൊ പ്രതിരോധ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഓരോ 3 സേനകളും അവർക്ക് ആവശ്യമുള്ളത് വലിപ്പത്തിൽ മേടിക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്നത് പോലെ ഓരോന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പം അതിനകത്ത് റാഫേൽ വിമാനങ്ങൾ സെലക്ട് ചെയ്യാനുള്ള കാര്യം, മിഗ് വിമാനങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യം, ഇങ്ങനെ പലതുണ്ട്. അപ്പം ഇതിനകത്ത് ഈ പറയുന്ന ഇസ്രായേലിന്റെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ഇസ്രായേലിന്റെ ടെക്നോളജികൾ പലതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇസ്രായേൽ നമ്മളെ പല ഘട്ടങ്ങളിലും ഈ രീതിയിൽ യുദ്ധത്തിൽ സഹായിച്ചുകൊണ്ടിരുന്ന രാജ്യമായിരുന്നു. അപ്പൊ ഇസ്രായേലിന്റെ ഈ പറയുന്ന മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളും അവരുമായിട്ട് ചില ഈ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചില ആയുധങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതും, അല്ലെങ്കിൽ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പല സാമഗ്രികളും അവർക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ അവരുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ വെച്ച് നിർമ്മിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ അവരുടെ പല മിസൈലുകളുടെയും കൂട്ടത്തിൽ, അല്ലെങ്കിൽ അവരുടെ പല ആയുധങ്ങളുടെയും കൂട്ടത്തിൽ ഏറ്റവും വലിപ്പത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു മിസൈലാണ് ഇസ്രായേൽ റാംപേജ്. ഇത് സിന്ദൂർ ഓപ്പറേഷനകത്ത് വലിയ വലിപ്പത്തിൽ പാകിസ്ഥാനകത്തേറി അറ്റാക്ക് ചെയ്ത ഒരു മിസൈലാണ്. കാരണം പാകിസ്ഥാനകത്തെ, അല്ലെങ്കിൽ ഇപ്പൊ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിരോധ സംവിധാനം, ചൈനയുടെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള HQ-9 ഒക്കെ, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ മറികടന്ന് അതിന്റെ കണ്ണ് വെട്ടിച്ചൊക്കെ ആക്രമണം നടത്തുന്നതിന് പാകിസ്ഥാന്റെ ഏതാണ്ട് ആദ്യം നീതു ചോദിച്ച പോലെ 30ഓളം ഇടത്തിൽ സ്പോട്ട് ചെയ്ത് നമുക്ക് പറയാൻ കഴിയുന്ന 30ഓളം ഇടത്തിൽ വലിയ വലുപ്പത്തിൽ സ്ഫോടനം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഇത് ഹൈ സ്പീഡ് മിസൈലാണ്. അതുപോലെ തന്നെ ഇത് വായുവിന്റെ വേഗത്തിൽ പറക്കുന്ന മിസൈലാണ്. ഇതിന്റെ രൂപകൽപ്പന എന്ന് പറയുമ്പോൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ വായുവിനെ പോലും, അല്ലെങ്കിൽ അതിന്റെ റെസ്ട്രിക്ഷൻസ് മറികടന്ന്, അല്ലെങ്കിൽ വായുവിന്റെ പ്രതിരോധം പോലും മറികടക്കത്തക്ക രീതിയിൽ ഡിസൈൻ ഉള്ള മിസൈലാണ്. ഈ മിസൈൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത് സുഹോയ് 30 അതുപോലെ ജാഗ്വാർ വിമാനങ്ങളിലാണ്. അപ്പൊ ആ വിമാനങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്ന മിസൈലും, വളരെ വലിയ പ്രഹരശേഷിയുള്ള മിസൈലും, ഒരു സെക്കൻഡിൽ തന്നെ ഇതിന്റെ പ്രഹരശേഷി 300 മീറ്റർ മുതൽ 500 മീറ്റർ വരെയാണെന്ന് പറയുന്നു. അപ്പം ഇതിന്റെ വലിപ്പത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഷേപ്പിന്റെ കാര്യത്തിൽ, എല്ലാ രീതിയിലും ഈ പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതും, പ്രതിരോധ സംവിധാനങ്ങളെ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിജീവിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു മിസൈൽ ആയതുകൊണ്ട് നമ്മൾ ഈ മിസൈൽ നമ്മുടെ പ്രതിരോധ വകുപ്പിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വാങ്ങിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്നതിന് തീരുമാനമെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ മേടിക്കാൻ പോകുന്നു. മാത്രമല്ല ഈ മിസൈൽ ഈ പറയുന്ന പോലെ മേക്കിംഗ് ഇന്ത്യ എന്ന സംവിധാനത്തിൽ കൂടി ഇവിടെ നിർമ്മിക്കുന്നതിന് വേണ്ടി കൂടി ഇന്ത്യ തയ്യാറാവുന്നു. ഇപ്പൊ നമ്മൾ ഈ ആയുധങ്ങൾ മേടിക്കുന്നതിനകത്ത് നമ്മൾ പണ്ട് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഏതാണ്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതാണ്ട് 60% ആയുധങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്
ഈ പറയുന്ന പോലെ പണ്ട് മുതലേ നമ്മൾ റഷ്യയുടെ കയ്യിലാണ്. റഷ്യയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ആയുധങ്ങൾ മേടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇസ്രയേലിനെ ആശ്രയിക്കാറുണ്ട്, ഫ്രാൻസിനെ ആശ്രയിക്കാറുണ്ട്. ഇങ്ങനെ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പം മറ്റ് പല രാജ്യങ്ങളെയും പരിശോധിക്കുമ്പോൾ ഇപ്പോഴും ഇന്ത്യ കൂടുതലായിട്ട് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യം. ഇപ്പൊ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2014 ഏതാണ്ട് 500-600 കോടി രൂപയുടെ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇപ്പൊ ഏതാണ്ട് 30,000 കോടി രൂപയ്ക്കപ്പുറം കയറ്റുമതി ചെയ്യാനും അത് ഇനിയും കൂടി വരാനുമുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇപ്പം നമ്മൾ ആരുടെ കയ്യിൽ നിന്ന് ആയുധം മേടിച്ചാലും ഈ പറയുന്ന പോലെ ആയുധം മേടിക്കുന്നതിന്റെ കൂടെ അതിന്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള സംവിധാനം മേടിക്കുന്നതിനും നമ്മൾ ആയുധം മേടിച്ച, അതായത് റഫേലിന്റെ കാര്യത്തിലായാലും S-400ന്റെ കാര്യത്തിലായാലും S-500ന്റെ കാര്യത്തിലായാലും ഈ പറയുന്ന ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ആയുധം മേടിക്കുന്ന കാര്യത്തിലായാലും നമ്മൾ ആ ആയുധം ഇവിടെ വെച്ച് നമ്മളുടെ ഇന്ത്യയിൽ വെച്ച് നിർമ്മിച്ച് ആ ആയുധങ്ങൾ ഉപയോഗിക്കത്തക്ക രീതിയിലൊക്കെയുള്ള ടെക്നോളജി കൂടി തരുന്ന രാജ്യങ്ങളുമായിട്ട് മാത്രമേ നമ്മൾ ആയുധ കച്ചവടം നടത്തുന്നുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മൾക്കുണ്ട്. അപ്പൊ നമ്മൾക്ക് മാത്രമാകുന്നു ഇത്തരത്തിൽ സോഴ്സ് കോഡ് ഉൾപ്പെടെ ടെക്നോളജി ഉൾപ്പെടെ തരാൻ താല്പര്യപ്പെടുന്നു മറ്റു രാജ്യങ്ങൾ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതിനകത്ത് ഇപ്പൊ ഫ്രാൻസിനെ പരിശോധിക്കുമ്പോൾ, ഏറ്റവും ആദ്യം റഷ്യയെ പരിശോധിക്കുമ്പോൾ, പിന്നെ നമ്മൾ ഇസ്രായേലിനെ പരിശോധിക്കുമ്പോൾ ഇവരെല്ലാം നമ്മളുടെ ഇവിടെ വന്ന ആയുധ നിർമ്മാണത്തിന് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി കൊണ്ടുവച്ച് മേക്കിംഗ് ഇന്ത്യ, മെയ്ഡ് ഇന്ത്യ സംവിധാനം ഉപയോഗിച്ച് പോകുന്നതിന് വേണ്ടി, അങ്ങനെ ആ സംവിധാനത്തിൽ കൂടി മറ്റ് രാജ്യങ്ങൾ പോകണമെങ്കിൽ ഇന്ത്യ കൂടെ ഉണ്ടെങ്കിൽ ആ ആയുധത്തിന് ലോക മാർക്കറ്റിൽ വലിയ വലിപ്പം ഉണ്ടാകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ആ ആയുധത്തിന് ലോക മാർക്കറ്റിൽ വലിയ വിശ്വാസ്യത ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ആയുധത്തിന് കൃത്യത ഉണ്ടാകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആ ആയുധത്തിന് മറ്റു പല രാജ്യങ്ങളിലെയും ആയുധമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഈ പറയുന്ന അതിന്റെ ടെക്നോളജി, അതുപോലെ വില, ഇതെല്ലാം മറ്റ് ചെറിയ രാജ്യങ്ങൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഏറ്റവും പ്രത്യേകതയായിട്ട് നമുക്ക് തോന്നുന്നു, യുദ്ധങ്ങൾ പല രാജ്യങ്ങൾക്കും ഒരു പ്രശ്നമാകുമ്പോൾ, യുദ്ധങ്ങൾ പല രാജ്യങ്ങൾക്കും ആ രാജ്യത്തിനേക്ക് നാശമുണ്ടാക്കുമ്പോൾ, ഈ പകൽഗാം ആക്രമണം നമുക്ക് സങ്കടം തരുന്നതാണെങ്കിൽ പോലും അതിനുശേഷം നമ്മൾ തിരിച്ചടി കൊടുത്തതും ആ തിരിച്ചടിക്ക് ശേഷം ഇന്ത്യക്ക് കിട്ടിയ ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷം ഡെവലപ്മെന്റ്സിലേക്ക് പോകുന്നത്, എക്കണോമിക്കൽ ഗ്രോത്ത് പരിശോധിക്കുമ്പോഴും മറ്റു പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഡെവലപ്മെന്റ്സിലേക്ക് പോകുന്നു. ഇപ്പം അതിനുശേഷം നമ്മൾ നിർമ്മിച്ച ആയുധങ്ങൾ, നമ്മളുടെ കൂടി നിർമ്മിക്കുന്ന ആയുധങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ആയുധങ്ങൾ, ഇപ്പൊ റഷ്യയുടെ ആയുധങ്ങൾക്ക് വലിയ വലുപ്പത്തില്ല, ഇസ്രായേൽ ഇപ്പൊ നമ്മുടെ കൂടി നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആയുധങ്ങളാണെന്ന് ഉറക്കെ പറയുന്നതിന് വേണ്ടി പല പ്രസ്ഥാനങ്ങളും നെതന്യാഹു നടത്തി. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ആയുധങ്ങൾ, പിന്നെ ഇന്ത്യ ഉപയോഗിക്കുന്ന ആരുടെയൊക്കെ ആയുധങ്ങൾ, ആ രാജ്യങ്ങൾക്കും ഈ ഇതോടുകൂടി വലിയ ഹൈപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന്റെ കൂടെ അടി കിട്ടിയത് നമ്മൾ പലവട്ടം പറയുന്നത് പോലെ ചൈനയ്ക്ക് കിട്ടിയില്ലേ? ഇപ്പൊ ചൈനയുടെ HQ-9 പ്രതിരോധ സംവിധാനത്തെ മറികടക്കുകയാണ് ഈ പറയുന്ന ഇസ്രായേലിന്റെ മിസൈൽ. അപ്പൊ ആർക്കാ? ഇസ്രായേലിന് ബലം കിട്ടുന്നു, മറ്റേ ചൈനയ്ക്ക് അടി കിട്ടുന്നു. ചൈനയുടെ PL-15 നമ്മൾ തകർക്കാതെ പിടിച്ചിട്ട് അതിന്റെ ടെക്നോളജി മൊത്തം നമ്മൾ മനസ്സിലാക്കുന്നു, അഴിച്ച് അത് ലോകത്ത് മൊത്തവും ലോകരാജ്യങ്ങൾ അതിനുവേണ്ടി ക്യൂ നിൽക്കുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡ്രോൺ സംവിധാനത്തിൽ ഏറ്റവും വലിയ ടെക്നോളജി ആണെന്ന് പറഞ്ഞ തുർക്കിയുടെ ഡ്രോണുകൾ നമ്മൾ അടിച്ച് തറയിലിടുന്നു, പല ഡ്രോണുകളും ജാം ചെയ്ത് പിടിക്കുന്നു, അവന്റെ ടെക്നോളജി നമ്മുടെ കയ്യിൽ കിട്ടുന്നു. അപ്പം ഇതെല്ലാം ഒരു അനുഗ്രഹമായിട്ട്, യുദ്ധം ഒരു അനുഗ്രഹമായിട്ട് ഒരു പക്ഷേ അനുവർത്തിച്ചിട്ടുള്ള രാജ്യങ്ങൾ നോക്കുമ്പോൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ പറയാം. പക്ഷെ ഇന്ത്യക്ക് സിന്ദൂർ ഓപ്പറേഷന് ശേഷം കിട്ടിയ ഒരു ഹൈപ്പ് അത്തരത്തിലുള്ളതാണ്. അതാണ് സിന്ദൂർ ഓപ്പറേഷന് ശേഷം നമ്മുടെ ശത്രുക്കൾ കൂടുന്നു. ഇന്ത്യയെ അടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും അവസരം കിട്ടിയാൽ ഇന്ത്യയെ തിരിച്ചടിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ തിരിച്ചടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് കാണിക്കാൻ അടികിട്ടിയ ആയുധങ്ങൾ, അടികിട്ടിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിൽ ആ രാജ്യങ്ങളുടെ ആയുധങ്ങൾ വീണ്ടും പ്രയോഗിച്ച് നമ്മളെ തീർക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഒരു ശ്രമം നടത്താം. അല്ലെങ്കിൽ തന്നെ നമുക്ക് ശത്രുക്കളുണ്ട്, നമുക്ക് പ്രത്യക്ഷ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളെ വെച്ചിട്ട് നമ്മൾക്ക് ഡയറക്റ്റ് അല്ലാത്ത വേറെ അമേരിക്ക പോലെയുള്ള ശത്രു രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം മറികടക്കുന്നതിന് വേണ്ടി പ്രതിരോധ സംവിധാനം വലിയ വലിപ്പത്തിൽ കൊണ്ടുപോകുന്നു. അതിനകത്ത് കൂടുതൽ സിന്ധുവിന് ശേഷം നമുക്കറിയാം 1,00,000 കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് നടത്തുന്നു. അതാത് സൈനിക തലവന്മാർക്ക് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നു. എവിടൊക്കെ പിഴവുകളുണ്ടോ അത് നികത്തിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇതുപോലെ അതിനകത്ത് ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച വിശ്വാസയോഗ്യമായിട്ടുള്ള നമ്മളുടെ സൈനികർക്ക്
ഏറ്റവും നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ആയുധങ്ങൾ കൂടുതൽ വാങ്ങിക്കൂട്ടുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ നമ്മൾ തദ്ദേശീയമായിട്ട് വളരെ വലിയ മിസൈലുകളും ഡ്രോണുകളും പ്രതിരോധ സംവിധാനങ്ങളും മറ്റുമൊക്കെ വലിപ്പത്തിൽ നിർമ്മിച്ചെടുക്കുന്നു. അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് 15-ന് ലോകത്തെ താടിനെ പോലും, അല്ലെങ്കിൽ ലോകത്ത് നമ്മളുടെ പ്രതിരോധ സംവിധാനത്തിന് അപ്പുറം ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാവാത്ത രീതിയിലേക്ക് ഒരു പ്രതിരോധ സംവിധാനം നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിക്കുന്നതിന് വേണ്ടി സുദർശന ചക്ര എന്ന് പേരിട്ടുണ്ട് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോലും പങ്കാളിയാക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ പങ്കാളിയാക്കുമെന്നാണ് വിചാരിക്കുന്നത് റഷ്യ പറഞ്ഞ വാർത്തയുമൊക്കെ നമ്മൾ വായിച്ചാണ്. ഏതായാലും ഇന്ത്യ പ്രതിരോധ രംഗത്ത് മറ്റു പല രാജ്യങ്ങളേക്കും അപ്പുറം ആ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നു എന്നാണ് ഇപ്പം ഈ വരുന്ന വാർത്തയിൽ കൂടിയും നമ്മൾക്ക് വ്യക്തമാകും. എന്തായാലും ഇന്ത്യ അത്തരത്തിലൊരു നീക്കം നടത്തുകയാണ്. റാംപേജ് മിസൈലുകൾ കൂടുതൽ വാങ്ങാൻ തന്നെയാണ് തീരുമാനം. ആക്രമിക്കപ്പെടും, അല്ലെങ്കിൽ ഇനി ഏത് സമയവും ഒരാക്രമണത്തിന് പൂർണ്ണ സജ്ജമായിരിക്കണം എന്ന ഇന്ത്യയുടെ ഒരു ഉത്തമ ബോധ്യം കൂടിയാണ് ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെന്ന് അനുമാനിക്കാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.